വിദ്യാവിഹാർ സ്കൂളിൽ നവരാത്രി അക്ഷരോത്സവത്തിന് വേദിയൊരുങ്ങുന്നു. ഈ മാസം 3 മുതൽ 13 വരെയാണ് നവരാത്രി അക്ഷരോത്സവം. ആദ്യ ദിനത്തിൽ വൈകുന്നേരം 3:30 വിദ്യാഭ്യാസ സമ്മേളനത്തോടെ അക്ഷരോത്സവം ആരംഭിക്കും. സ്കൂൾ വികസന സമിതിയും മാതൃസമിതിയും ഗ്രാമസമിതികളും ജനം ടിവിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിദ്യാരംഭ ദിനത്തിൽ ഹരിശ്രീ കുറിക്കൽ ചടങ്ങ് പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ മാനേജർ എൻ ഹരീന്ദ്രൻ മാസ്റ്റർ അറിയിച്ചു. തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം ചെയർമാൻ അഡ്വക്കേറ്റ് കെ നായർ, വിദ്യാലയ സമിതി പ്രസിഡന്റ് ഡോക്ടർ കെ സുരേന്ദ്രനാഥ് കൈമൾ, സ്കൂൾ പ്രിൻസിപ്പൽ MS സുജ, ജനറൽ കൺവീനർ ഷാജി വരവൂർ എന്നിവർ പങ്കെടുത്തു. 11 ദിവസം വിജയദശമിയുടെ അന്ന് പൂർത്തിയാക്കി കേരളത്തിൽ തലപ്പൊക്കമുള്ള അതിവിശിഷ്ടരായ 10 ആചാര്യന്മാർ വന്ന് 500-ൽ പരം കുട്ടികളെ വിദ്യാരംഭം കുറിച്ചുകൊണ്ട് ആ സ്കൂളിൻ്റെയും സയൻറ്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഒരു ഉന്മേഷകരമായ പ്രവർത്തനങ്ങൾക്ക്, പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഈ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെ ആ ഗ്രാമീണർക്ക്, സാധാരണക്കാർക്ക്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവരുടേതായ ആവിഷ്കാരങ്ങൾ നടത്തുവാനുള്ള വലിയൊരു അവസരം ഞങ്ങൾ കൊടുക്കുകയാണ്. അവിടെ പ്രത്യേകിച്ച് ജാതിമത വ്യത്യാസമില്ലാതെ ആ വിദ്യാലയത്തിൽ നിരന്തരം ബന്ധപ്പെടുന്നവരല്ലെങ്കിൽ പോലും ആ നാട്ടിലുള്ള സാധാരണക്കാർക്ക്, അത് കർഷകർക്കായാലും അവരുടെ പാരമ്പര്യമായ ട്രഡീഷണൽ ആയിട്ടുള്ള കാർഷിക സംബന്ധമായ കാര്യങ്ങളായാലും, നാടൻ പാട്ട്, ക്ഷേത്രകലകൾ, അതുപോലെ വാദ്യകലകൾ, സംഗീതം, നൃത്തം, ഇങ്ങനെ വ്യത്യസ്ത പരിപാടികൾ ഏതാണ്ട് 600 പേര് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഈ പരിപാടികൾ അവതരിപ്പിക്കാൻ. നവരാത്രി അക്ഷരോത്സവത്തിന് ഒരുങ്ങുകയാണ് തൃശൂർ മഴുവഞ്ചേരി ഭാരതീയ വിദ്യാവിഹാർ സ്കൂൾ. വ്യാഴാഴ്ച വിദ്യാഭ്യാസ സമ്മേളനത്തോടെ ആരംഭിക്കുന്ന അക്ഷരോത്സവത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വിവിധ ആചാര്യന്മാരും പങ്കെടുക്കും. 11 ദിവസം നീണ്ടു നിൽക്കുന്ന അക്ഷരോത്സവം 100 കണക്കിന് കുരുന്നുകൾക്ക് ഹരിശ്രീ കുറിച്ചുകൊണ്ട് ഒക്ടോബർ 13-ന് വിജയദശമി ആഘോഷത്തോടെ സമാപിക്കും. വിഖ്യാത ഭാരതീയ ആധ്യാത്മിക പ്രഭാഷകനും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ N ഗോപാലകൃഷ്ണൻ ആരംഭിച്ച മഴുവഞ്ചേരിയിലെ ഭാരതീയ ശാസ്ത്ര പൈതൃക പഠന കേന്ദ്രവും ഭാരതീയ വിദ്യാവിഹാർ സ്കൂളും ഇന്ന് മുന്നേറ്റത്തിന്റെ പാതയിലാണ്. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ ഭാരതീയ സംസ്കാരവും പൈതൃകവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകി മുന്നേറുമ്പോൾ അതിന്റെ ഭാഗമായി നവരാത്രി അക്ഷരോത്സവത്തിനും വേദിയൊരുങ്ങുകയാണ് ഇവിടെ. വ്യാഴാഴ്ച മുതൽ 11 ദിവസം നീണ്ടു നിൽക്കുന്ന അക്ഷരോത്സവമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്കൂൾ വികസന സമിതിയും മാതൃസമിതിയും ഗ്രാമസമിതികളും ജനം ടിവിയും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന അക്ഷരോത്സവത്തിൽ 500-ൽ പരം കലാകാരന്മാരും വിദ്യാഭ്യാസ പ്രവർത്തകരും പൊതുജനങ്ങളും കുട്ടികളും രക്ഷിതാക്കളുമായി ആയിരക്കണക്കിന് ആളുകളുടെ പങ്കാളിത്തമുണ്ടാകും. വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനവും കലാസംഗമവും സ്വാമി സദ്ഭവാനന്ദ ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ S രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. 13-ാം തീയതി നടക്കുന്ന ഹരിശ്രീ കുറിക്കൽ ചടങ്ങ് പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ ഉദ്ഘാടനം ചെയ്യും. സംഗീത പ്രതിഭ ഡോക്ടർ വിദ്യാധരൻ മാസ്റ്റർ, ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വിവിധ ആചാര്യന്മാരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സ്കൂൾ മാനേജർ N ഹരീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. ചടങ്ങുകൾ 1-ാം ദിവസം ഒക്ടോബർ 3-ാം തീയതി പ്രഥമ ആ ദിവസം തുടങ്ങുന്ന വിദ്യാഭ്യാസ സമ്മേളനം, കലോപാസനയുടെ ഉദ്ഘാടനം, അങ്ങനെ വിദഗ്ധരായ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയും മറ്റും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനത്തോടെയാണ് 11 ദിവസത്തെ പരിപാടികൾക്ക് തുടക്കമാകുന്നത്. 10 ദിവസമാണ് സാധാരണ നമ്മുടെ ട്രഡീഷൻ അനുസരിച്ചെങ്കിലും ഈ വർഷം അഷ്ടമി 2 ദിവസം വരുന്നത് കൊണ്ട് ഒക്ടോബർ 3 മുതൽ 13 വരെ 11 ദിവസങ്ങളുണ്ടാകും. മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ തയ്യാറാക്കുന്ന പ്രത്യേക മണ്ഡപത്തിൽ സരസ്വതി ഉപാസനയ്ക്കായി താൽക്കാലിക ക്ഷേത്രം നിർമ്മിക്കും. കുരുന്നുകൾക്ക് ഹരിശ്രീ കുറിക്കുന്നതിനായി പ്രത്യേക എഴുത്തുമണ്ഡപങ്ങളും ഒരുക്കും. അക്ഷരോത്സവത്തിൽ അഷ്ടമി ദിനം കുമാരിപൂജയും 9-മി ദിനം മാതൃപൂജയും നടക്കും. വിദ്യാരംഭത്തോടൊപ്പം വിദ്യാഗോപാല മന്ത്രാർച്ചനയും ഹോമവും വിജയദശമി ദിനത്തിൽ നടത്തും. ഡോക്ടർ N ഗോപാലകൃഷ്ണന്റെ ജീവിതത്തിലെ സമ്പൂർണമായ സമർപ്പണമായി ഇവിടം കാണാൻ സാധിക്കുമെന്ന് പ്രോഗ്രാം ജനറൽ കൺവീനർ ഷാജി വരവൂർ പറഞ്ഞു. സയൻറ്റിസ്റ്റായിരുന്ന ഡോക്ടർ N ഗോപാലകൃഷ്ണൻ സാറ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണമായ സമർപ്പണമായിട്ട് നമുക്ക് ഈ നാഷണൽ ഹെറിറ്റേജ് സെൻറ്ററിനെയും ആ സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ വിദ്യാവിഹാർ എന്ന് പറയുന്ന സരസ്വതി ക്ഷേത്രവും
അതുപോലെ തന്നെ മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഭാരതീയ തത്വശാസ്ത്രത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ശാസ്ത്രീയമായിട്ടത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ഒരുപാട് ജനങ്ങൾക്ക് അതുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളാൻ കഴിയുകയും ചെയ്യുന്നൊരു സാഹചര്യം അദ്ദേഹം സൃഷ്ടിച്ചു. അക്ഷരോത്സവത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് വ്യത്യസ്ത സംഗീത നൃത്തവാദ്യ കലകൾ അവതരിപ്പിക്കും. മുൻകൂട്ടി അറിയിക്കുന്ന കലാകാരന്മാർക്ക് പരിപാടികൾ അവതരിപ്പിക്കാനും അവസരമുണ്ട്. വിദ്യാരംഭം കുറിക്കുന്ന കുട്ടികൾക്ക് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിക്കുവാനുള്ള പഠനോപകരണങ്ങളും സമ്മാനമായി നൽകും. ജനം, തൃശൂർ.